എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫ് എടുക്കുന്നത്, അതേ രീതിയിലുള്ള ഒരു പ്രൊജക്ഷനാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ടോപ്പിക്കിനെ പരിചയപ്പെടാം. എ ക്യൂബ് ഓഫ് 30 mm side resting on ground on one of its face in such a way that one of its edge parallel to and 10 mm behind the picture plane. The central plane is 50 mm away from the vertical axis of the cube towards right. Draw the perspective view of the cube if the station point is located 45 mm in front of the picture plane and 55 mm above the ground plane. ഇതാണ് ക്വസ്റ്റ്യൻ വളരെ വിശദമായിട്ട് തന്നെ സമയമെടുത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് ഒബ്ജക്റ്റ് ഏതാണെന്നും അതെങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതെന്നും തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെ വിശദമായി തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇവിടെ ഒബ്ജക്റ്റ് ഒരു ക്യൂബാണ്. ക്യൂബിൻ്റെ സൈഡ് തന്നിട്ടുണ്ട്. അത് റെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫേസ് കംപ്ലീറ്റ് ആയിട്ടാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എഡ്ജ് പാരലൽ ടു ആൻഡ് 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. ശ്രദ്ധിക്കുക, എഡ്ജ് പാരലൽ ടു ആൻഡ് 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിനുമായിട്ട് അതിൻ്റെ ഒരു എഡ്ജ് പാരലലുമാണ്, 10 mm ബിഹൈൻഡുമാണ്. അത്രയും കാര്യങ്ങൾ ആ ഒരു എഡ്ജിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്ജ് പാരലൽ ടു ആൻഡ് 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. എഡ്ജ് പിക്ചർ പ്ലെയിനുമായിട്ട് പാരലലുമാണ്, 10 mm ബിഹൈൻഡിലുമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻട്രൽ പ്ലെയിനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ പ്ലെയിൻ 15 mm അവേ ഫ്രം ദി വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദി ക്യൂബ് ടുവേർഡ്സ് റൈറ്റ്. സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ വെർട്ടിക്കൽ ആക്സിസ്, ക്യൂബ് ആയതുകൊണ്ട് തന്നെ അതിന് എല്ലാ ഡയറക്ഷനിലും നമുക്ക് ആക്സിസ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിസിൽ നിന്നും റൈറ്റിലേക്ക് 50 mm മാറിയിട്ട് ഒരു സെൻട്രൽ പ്ലെയിൻ ഉണ്ടെന്ന് കരുതാം. Draw the perspective view of the cube if the station point is located 45 mm in front of the picture plane and 55 mm above the ground plane. സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പിക്ചർ പ്ലെയിനിൽ നിന്നും 45 mm ഇൻ ഫ്രണ്ടിലും 55 mm എബോയിലുമാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സിറ്റുവേഷൻ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ട്. ഗ്രൗണ്ട് പ്ലെയിനുമായിട്ട് റെഫറൻസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് പ്ലെയിനിലാണ്. അതായത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനെയാണ് നമ്മൾ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഫ്ലോർ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു ഗ്രൗണ്ട് പ്ലെയിൻ ഉണ്ട്. ഈ ഗ്രൗണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട്, ഗ്രൗണ്ട് പ്ലെയിൻ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഗ്രൗണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു പ്ലെയിൻ, അതിനെയാണ് നമ്മൾ പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ പിക്ചർ പ്ലെയിനിലേക്കാണ് നമ്മൾ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഗ്രൗണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടൊരു പിക്ചർ പ്ലെയിനിന് ബിഹൈൻഡിലാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പിക്ചർ പ്ലെയിന് ബിഹൈൻഡിലായിട്ട് ഒബ്ജക്റ്റ്. നമ്മളുടെ ഒബ്ജക്റ്റ് ഇവിടെ ക്യൂബാണ്. ക്യൂബിൻ്റെ 10 mm പിക്ചർ പ്ലെയിനിൽ നിന്ന് 10 mm ബിഹൈൻഡിലും അതിൻ്റെ ഒരു എഡ്ജ് പാരലൽ ടു പിക്ചർ പ്ലെയിനുമാണ്. അപ്പോൾ അതേ കണ്ടീഷനിലാണ് നമ്മളിവിടെ ഒബ്ജക്റ്റിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടൊരു പിക്ചർ പ്ലെയിനിൽ നിന്ന് 10 mm ബിഹൈൻഡായിട്ടും ഒരു എഡ്ജ് പാരലലായിട്ടും നമ്മളുടെ ക്യൂബ് റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ക്യൂബിൻ്റെ വെർട്ടിക്കൽ ആക്സിസ്, ഈ ഡയറക്ഷനുള്ള ആക്സിസിനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. അതായത് ഈ ടോപ്പ് ഫേസിൻ്റെ സെൻറ്റർ പോയിന്റിലൂടെ വരുന്ന വെർട്ടിക്കൽ ആക്സിൽ നിന്നും 50 mm റൈറ്റിലേക്ക് മാറി ഒരു സെൻട്രൽ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു പ്ലെയിനാണ്. ഈ പ്ലെയിനിലാണ് സ്റ്റേഷൻ പോയിൻ്റ് അഥവാ ഒബ്സർവർ. നമ്മളിവിടെ നിന്നിട്ട് ഈ പ്ലെയിനിൽ നിന്നുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റിനെ നോക്കിക്കാണുന്നത്. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഡ്രോയിങ് ആണ് പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ പ്ലെയിനിലാണ് നമ്മുടെ സ്റ്റേഷൻ പോയിൻ്റ്, നമ്മളുടെ ഒബ്സർവറുടെ ഐ പൊസിഷനെയാണ് നമ്മൾ സ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റേഷൻ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിനിലും 55 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിനിലുമായിട്ട് നമ്മുടെ സ്റ്റേഷൻ പോയിൻ്റ്, ഈ കാണുന്നതാണ് സ്റ്റേഷൻ പോയിൻ്റ് എപ്പോഴും സെൻട്രൽ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ആ പേര് തെറ്റിദ്ധരിക്കപ്പെടരുത്. സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് സെൻറ്ററിലൂടെ തന്നെ പോകുന്നു എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഈ സെൻട്രൽ പ്ലെയിൻ ചിലപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യാം, ചിലപ്പോൾ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡിലൂടെ പോകാം, ചിലപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ. അപ്പോൾ അത് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ ഈ സെൻട്രൽ പ്ലെയിൻ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ആ സെൻട്രൽ പ്ലെയിനിലായിരിക്കും എപ്പോഴും സ്റ്റേഷൻ പോയിന്റ് കാണുക. സെൻട്രൽ പ്ലെയിനിൽ പിക്ചർ പ്ലെയിനിൽ ഇൻ ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിൻ എബോ ആയിട്ടോ ഉള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിൻ ബിലോ ആയിട്ടോ അത് സിറ്റുവേഷൻ അനുസരിച്ച് ക്വസ്റ്റനിൽ തരും. അതനുസരിച്ച് സ്റ്റേഷൻ പോയിന്റും മാർക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു
ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ഇതാണ്. ഈ സ്റ്റേഷൻ പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ കാണുന്ന വ്യൂ, അതിനെയാണ് നമ്മൾ ഇവിടുത്തെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനായിട്ട് എടുക്കുന്നത്. ഈ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ സിറ്റുവേഷൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എങ്ങനെ കാണുമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ എങ്ങനെ വരുമെന്നൊന്ന് നോക്കാം. ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ്റെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിൽ നമുക്ക് ഒബ്ജക്റ്റ് കാണാം. ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ആ ടോപ്പിലത്തെ സ്ക്വയറാണ്, ക്യൂബ് ആയതുകൊണ്ട് ടോപ്പിൽ സ്ക്വയറാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിക്ചർ പ്ലെയിൻ, ഇവിടെ ടോപ്പ് വ്യൂവിൽ പിക്ചർ പ്ലെയിൻ ഒരു ലൈനായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ സെൻട്രൽ പ്ലെയിൻ, ടോപ്പ് വ്യൂവിൽ സെൻട്രൽ പ്ലെയിൻ ഒരു ലൈനായിട്ടാണ്, പിക്ചർ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനായിട്ടാണ് സെൻട്രൽ പ്ലെയിൻ കാണുന്നത്. അതിനുശേഷം സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിറ്റുവേഷൻ്റെ ടോപ്പ് വ്യൂ ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവിൽ നമ്മളുടെ ഒബ്ജക്റ്റ് കാണാം, ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് ഫേസ് കാണാം. ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് സ്ക്വയർ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് പ്ലെയിൻ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ ഗ്രൗണ്ട് പ്ലെയിൻ ലൈനായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ സെൻട്രൽ പ്ലെയിൻ, ഫ്രണ്ട് വ്യൂവിൽ സെൻട്രൽ പ്ലെയിൻ ആണ് ലൈനായിട്ട് കാണുന്നത്. ഇതിന് ഗ്രൗണ്ടിൽ നിന്ന് എത്ര എബോ ആണോ, ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് എത്ര എബോ ആണ് തന്നിട്ടുള്ള ഡേറ്റ സ്റ്റേഷൻ പോയിൻറ്റ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫ്രണ്ട് വ്യൂവിലാണ് സ്റ്റേഷൻ പോയിൻറ്റ് ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് എത്ര എബോ ആണെന്ന് കാണാൻ പറ്റുന്നത്. അതേപോലെ ടോപ്പ് വ്യൂവിലാണ് സ്റ്റേഷൻ പോയിൻറ്റ് പിക്ചർ പ്ലെയിനിൻ്റെ എത്ര ഇൻഫ്രണ്ടിലാണെന്നും കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് ഡേറ്റ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂവിലും, പിക്ചർ പ്ലെയിനിൽ നിന്ന് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടോപ്പ് വ്യൂവിലുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ടോപ്പ് വ്യൂ ആണ് ആദ്യം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പെർസ്പെക്റ്റീവ് വ്യൂവിൽ നമ്മൾ ഏത് വ്യൂ ആദ്യം വരയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. സോളിഡ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം സോളിഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് ഏത് വ്യൂവിലാണോ കാണുന്നത് ആ വ്യൂ വേണം നമ്മൾ ആദ്യം വരയ്ക്കാൻ. ഓക്കെ, ഈ കേസിൽ ക്യൂബ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഫ്രണ്ട് വ്യൂവിലായാലും ടോപ്പ് വ്യൂവിലായാലും എല്ലാ ബേസും എല്ലാ ഫേസും ഒരേപോലെ ആയതുകൊണ്ട് ഏത് വ്യൂ വേണമെങ്കിലും തുടങ്ങാം. എന്നാലും പൊതുവെ സാധാരണഗതിയിൽ നമ്മൾ സോളിഡ് റെസ്റ്റിംഗ് ഓൺ HP വിത്ത് ഇറ്റ്സ് ബേസ് എന്ന കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ടോപ്പ് വ്യൂ ആണ് വരച്ചു തുടങ്ങുക. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ആണെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിനിൽ സോളിഡ് അതിൻ്റെ ബേസ് ആയിട്ട് റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് വ്യൂ ആണ് തുടങ്ങുക. കാരണം ടോപ്പ് വ്യൂവിലാണ് അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ അങ്ങനെ തന്നെ ആരംഭിക്കുന്നു, ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാം പിക്ചർ പ്ലെയിൻ ആണ് ഒരു ലൈനായിട്ട് കാണപ്പെടുന്നത്. ആദ്യം തന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് പിക്ചർ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നു. പിക്ചർ പ്ലെയിനെ നമ്മൾ PP എന്ന് നെയിം കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കണം. ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1 of its edge parallel to and 10 mm behind the picture plane. ഒരു എഡ്ജ് പാരലാണ്, 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിനിലുമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം പിക്ചർ പ്ലെയിൻ ഇപ്പോൾ നമ്മുടെ ലൈനാണ്, ആ ലൈനിൽ നിന്ന് 10 mm ബിഹൈൻഡിലേക്ക് മാറി പിക്ചർ പ്ലെയിനിന് പാരലായിട്ട് നമ്മൾ ക്യൂബിൻ്റെ ഒരു എഡ്ജ് തന്നിരിക്കുന്ന ഡയമെൻഷനിൽ ക്യൂബിൻ്റെ ഒരു എഡ്ജ് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ക്യൂബ് കംപ്ലീറ്റ് ചെയ്യാം. ക്യൂബ് ആയതുകൊണ്ട് നമ്മളുടെ ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ആ സ്ക്വയറിന് നെയിം ചെയ്യാം ABCD. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ക്യൂബിൻ്റെ ഏറ്റവും ടോപ്പ് സർഫസ് ആണ്. നമുക്കറിയാം ക്യൂബ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ ഉണ്ട്, അതേപോലെ അതിൻ്റെ താഴെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ ആ താഴത്തെ സ്ക്വയറിൻ്റെ പേര് ബ്രാക്കറ്റിൽ എഴുതുന്നു EFGH. മുകളിലത്തെ ആൾക്കാരെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തും അതിന് നേരെ താഴെയുള്ളവരെ അതേ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്രാക്കറ്റിലും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി വരയ്ക്കാനുള്ളത് എന്താ, ടോപ്പ് വ്യൂവിൽ ഇനിയും വരയ്ക്കാനുള്ളത് നമ്മുടെ സെൻട്രൽ പ്ലെയിൻ ആണ്. സെൻട്രൽ പ്ലെയിൻ എങ്ങനെയാണ് വരുന്നത്, പിക്ചർ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈനായിട്ടാണ് സെൻട്രൽ പ്ലെയിൻ കാണുന്നത്. അപ്പോൾ അതിനുമുള്ള ഡേറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വെർട്ടിക്കൽ ആക്സിസ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ സ്ക്വയറിന് 2 ഡയഗണൽ വരച്ച് അതിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്താൽ അതാണ് നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ് OP. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡയഗണൽ ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഈ സെൻട്രൽ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. അത് സോളിഡിൻ്റെ ഭാഗമല്ല. ക്യൂബ് ആണെങ്കിൽ അങ്ങനെ ഡയഗണലല്ല. പിരമിഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ആ ഡയഗണൽ സോളിഡായിട്ട് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഡയഗണൽസ് എന്ന് പറയുന്നത് സെൻട്രൽ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ, ആക്സിസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന OP എന്ന് പറയുന്ന ആ പോയിൻ്റാണ് ഈ ക്യൂബിൻ്റെ വെർട്ടിക്കൽ ആക്സിസ്. ഈ ടോപ്പ് വ്യൂവിൽ ആ വെർട്ടിക്കൽ ആക്സിസ് ഒരു പോയിൻ്റായിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ, സെൻട്രൽ പ്ലെയിൻ ഈസ് 50 mm away from the vertical axis of the cube towards right. 50 mm away from the vertical axis of the cube towards right. അപ്പോൾ വെർട്ടിക്കൽ ആക്സിസ് ഏതാ, ഈ പോയിൻ്റാണ്. നമ്മളുടെ OP എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റാണ് വെർട്ടിക്കൽ ആക്സിസ്. ഇവിടുന്ന് 50 mm away ആയിട്ട് നമ്മുടെ സെൻട്രൽ പ്ലെയിൻ നമുക്ക് വരയ്ക്കണം. സെൻട്രൽ പ്ലെയിൻ എങ്ങനെയാണ്, ഒരു വെർട്ടിക്കൽ ലൈനായിട്ടാണ് വരിക അല്ലേ. അപ്പോൾ 50 mm മാറ്റി നമ്മൾ സെൻട്രൽ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നു. സെൻട്രൽ പ്ലെയിൻ. ഇനി നമുക്ക്
സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യണം. സ്റ്റേഷൻ പോയിന്റ് എവിടെയാണെന്ന് നോക്കി ടോപ്പ് വ്യൂ സ്റ്റേഷൻ പോയിന്റ് ആണോ പിക്ചർ പ്ലെയിന് ഇൻ ഫ്രണ്ട്. പിക്ചർ പ്ലെയിൻ്റെ ബിഹൈൻഡ് എന്ന് പറയുന്നത് ഈ സൈഡിലാണ് ബിഹൈൻഡ് എന്ന് പറയുന്നത്, ഇവിടെ പിക്ചർ പ്ലെയിൻ്റെ ഇൻ ഫ്രണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ലൈൻ്റെ ഡേറ്റ വന്നിട്ടുണ്ട് എത്രയാണ് 45 mm ഇൻ ഫ്രണ്ടിൽ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവിനെ നമ്മൾ നെയിം ചെയ്യുന്നത് സ്മോൾ ലെറ്റർ SP എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ഇപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ എല്ലാം കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞു. ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുന്ന പിക്ചർ പ്ലെയിൻ, സെൻട്രൽ പ്ലെയിൻ, ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ, സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കാം അല്ലേ. ഫ്രണ്ട് വ്യൂവിൽ എങ്ങനെ വരിക അതാന്ന് നോക്കിയേ. ഫ്രണ്ട് വ്യൂവിൽ നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിൻ ഒരു ലൈനായിട്ട് കാണപ്പെടുന്നു അല്ലേ, ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഗ്രൗണ്ട് പ്ലെയിൻ കാണപ്പെടും. സെൻട്രൽ പ്ലെയിൻ അതിന് പെർപെൻഡിക്കുലറായിട്ട് കാണപ്പെടും. ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ കാണും. ഗ്രൗണ്ട് പ്ലെയിൻ എബോ ആയിട്ട് സ്റ്റേഷൻ പോയിന്റ് കാണപ്പെടും. ഈ സിറ്റുവേഷൻ നമുക്ക് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിക്ചർ പ്ലെയിനിൽ നിന്ന് കൺവീനിയൻ്റ് ആയിട്ടൊരു ഡിസ്റ്റൻസ് താഴേക്ക് മാറ്റി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അതാണ് നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിൻ. ഈ ഗ്രൗണ്ട് പ്ലെയിനാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് പ്ലെയിൻ നമ്മൾ GP എന്ന് നെയിം ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോളിഡിനെ നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇപ്പോൾ സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യണം. സ്റ്റേഷൻ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി എന്താ, ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാ 55 mm മുകളിലേക്ക് മാറി സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് അതിനെ നമ്മൾ നെയിം ചെയ്യുന്നത് SP' എന്നാണ്. ഓക്കെ, ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഫ്രണ്ട് വ്യൂവിനെ നെയിം ചെയ്യാം. സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂവിനെ നെയിം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുക. ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ. സാധാരണഗതിയിൽ നമ്മൾ സോളിഡ്സിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂ ഇതാണെങ്കിൽ ടോപ്പ് വ്യൂവിൻ്റെ മുകളിൽ XY ലൈൻ വരച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഫ്രണ്ട് വ്യൂ താഴെയാണെന്നേ ഉള്ളൂ. നെയിം ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ അതേ രീതി തന്നെയാണ്. നമ്മൾ ഈ ഡയറക്ഷനിൽ മുകളിലേക്ക് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം, ആദ്യം ബ്രാക്കറ്റിന് പുറത്തുള്ളവരെ ബ്രാക്കറ്റിന് പുറത്തുള്ളവരെ നമ്മൾ ഗ്രൗണ്ട് പ്ലെയിനിന് മുകളിൽ എഴുതണം. ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ എവേ ആയിട്ട് എഴുതണം. ബ്രാക്കറ്റിന് പുറത്തുള്ളവരെ ഗ്രൗണ്ട് പ്ലെയിൻ എവേ ആയിട്ട് എഴുതുക. ബ്രാക്കറ്റിലുള്ളവരെ ഗ്രൗണ്ട് പ്ലെയിനിന് അടുത്തും മാർക്ക് ചെയ്യുക. അതാണ് കണ്ടീഷൻ. നമുക്ക് നോക്കാം. ആദ്യം ബ്രാക്കറ്റിന് പുറത്തുള്ള ആൾക്കാരെ നോക്കാം. ബ്രാക്കറ്റിന് പുറത്ത് A ഉണ്ട്, Aയുടെ പുറകിൽ D ഉണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ട് പ്ലെയിൻ എവേ ആയിട്ട്, അതായത് ഫ്രണ്ട് വ്യൂവിൻ്റെ ഏറ്റവും മുകളിൽ A', D'. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കിയാലോ, അവിടെ B ഉണ്ട്, Bയുടെ നേരെ പുറകെ C ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ ഗ്രൗണ്ട് പ്ലെയിൻ എവേ ആയിട്ട് B', C'. ഇനി ബ്രാക്കറ്റിലുള്ളവരെ നോക്കാം. ബ്രാക്കറ്റിലുള്ളവരെ ഗ്രൗണ്ട് പ്ലെയിനിൽ അടുത്തെഴുതുക. ഗ്രൗണ്ട് പ്ലെയിനിൽ എഴുതുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിനിൽ അടുത്തായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് ബ്രാക്കറ്റിൽ E ഉണ്ട്, Eയുടെ പുറകിൽ H ഉണ്ട്. അതുകൊണ്ട് തന്നെ താഴെ വരുന്നത് E', H'. അപ്പുറത്തെ സൈഡിൽ F ഉണ്ട്, Fൻ്റെ പുറകെ G ഉണ്ട്. അതുകൊണ്ട് തന്നെ താഴത്തേത് F', G'. ഓക്കെ, ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇനി അടുത്ത് നമ്മളുടെ സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് ടോപ്പ് വ്യൂവിൻ്റെ എല്ലാ കോർണറിലേക്കും നമ്മൾ വിഷ്വൽ റേസ് വരയ്ക്കുക. ഈ മെത്തേഡിനെ നമ്മൾ വിഷ്വൽ റേ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്ന്, തെറ്റിപ്പോകരുത്, സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്നാണ് എടുക്കേണ്ടത്, ഫ്രണ്ട് വ്യൂവിൽ നിന്നല്ല. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂവിലെ എല്ലാ കോർണറിലേക്കും 1, 2, 3, 4 ഇവിടെ 4 കോർണറാണ്. 4 കോർണറിലേക്ക് നമ്മൾ വിഷ്വൽ റേസ് വരച്ചു. ഈ വിഷ്വൽ റേസ് കറസ്പോണ്ടിങ് വിഷ്വൽ റേസ് പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് AE എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള വിഷ്വൽ റേ ആണ്. അത് പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ A1, E1 എന്ന് നെയിം ചെയ്യുന്നു. അതേപോലെ അടുത്ത ലൈൻ പോയിരിക്കുന്ന ഇത് DHലേക്കുള്ള വിഷ്വൽ റേ ആണ്. അത് പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിന് നമ്മൾ D1, H1 എന്ന് നെയിം ചെയ്യുന്നു. അടുത്ത് പോയിരിക്കുന്നത് BFലേക്കുള്ള വിഷ്വൽ റേ ആണ്. BFലേക്കുള്ള വിഷ്വൽ റേ പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്യുന്നത് B1, F1, അതേപോലെ C1, G1. ഇങ്ങനെ വിഷ്വൽ റേസ് പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന എല്ലാ പോയിന്റുകളും മാർക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഇതേപോലെ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന്, ഇവിടെ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഏതാ SP' ആണ്. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് വിഷ്വൽ റേസ് ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ എല്ലാ കോർണറിലേക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നു. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിലെ എല്ലാ കോർണറിലേക്ക് നമ്മൾ വിഷ്വൽ റേസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ലൈൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽ റേസും പ്രൊജക്ഷൻ ലൈനുകളും എല്ലാം വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. ഡാർക്കായിട്ട് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്കതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഇത്രയും മാത്രമേ നിങ്ങൾ സോളിഡായിട്ട് വരയ്ക്കാവൂ. HB പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാവൂ. വിഷ്വൽ റേസും പ്രൊജക്ഷൻ ലൈനുകളും എല്ലാം വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി ഞാനിതൊന്ന് കുറച്ച് ലൈൻസ് എലിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ വിഷ്വൽ റേസ് എല്ലാം വരച്ചു. ടോപ്പ് വ്യൂവിലെ വിഷ്വൽ റേസ് പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് പോയിന്റ്
പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്തിട്ടുണ്ടായ ഫസ്റ്റ് പോയിന്റ് A1 E1 ഈ പോയിന്റിനെ നമുക്കിനി പ്രൊജക്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരണം. ആദ്യം ഞാൻ എടുക്കുന്നത് A1 എന്നുള്ള പോയിൻ്റാണ്. A1 എന്നുള്ള പോയിന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ഷൻ ലൈൻ ഈ ഫ്രണ്ട് വ്യൂവിലെ സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എയിലേക്കുള്ള വിഷ്വൽ റേയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. A1നെ A' സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് A' വിഷ്വൽ റേയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന പോയിൻ്റാണ് ക്യാപിറ്റൽ ലെറ്റർ A. അതേപോലെ ഇനി ഈ പോയിന്റ് തന്നെയാണ് E1നും ഉള്ളത് അല്ലേ. അപ്പോൾ E1നെ പ്രൊജക്റ്റ് ചെയ്യണം. എവിടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം? സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് E'-ലേക്കുള്ള പ്രൊജക്ഷൻ ലൈനിലേക്ക് E1നെ പ്രൊജക്റ്റ് ചെയ്യുന്നു. E1നെ പ്രൊജക്റ്റ് ചെയ്തു അവിടെ കിട്ടുന്ന പോയിൻ്റാണ് ക്യാപിറ്റൽ ലെറ്റർ E. ഇതേപോലെ ബാക്കി എല്ലാ പോയിന്റുകളെയും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ D1 അടുത്തെടുക്കുന്ന D1 ആണ്. D1നെ പ്രൊജക്റ്റ് ചെയ്യണം. എവിടേക്ക്? സ്റ്റേഷൻ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് D'-ലേക്കുള്ള വിഷ്വൽ റേയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അവിടെ കിട്ടും നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ D, അതേപോലെ H, ദെൻ B, F, C ആൻഡ് G. ഇങ്ങനെ എല്ലാ പോയിന്റുകളും, അതായത് നമ്മളുടെ ടോപ്പ് വ്യൂവിലെ വിഷ്വൽ റേസ് പിക്ചർ പ്ലെയിനിൽ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ നിന്നും ഫ്രണ്ട് വ്യൂവിലെ വിഷ്വൽ റേസിലേക്ക് നമ്മൾ അവയെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് പോയിന്റുകൾ പ്ലോട്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ പോയിന്റുകളുമായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എല്ലാ പോയിന്റുകളിലെ ഈ കിട്ടിയിരിക്കുന്ന ABCD എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റുകളുടെ എല്ലാ ഔട്ടർ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും പുറമെയുള്ള ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും പുറമെയുള്ള ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് വിസിബിൾ ലൈൻസും ഇൻവിസിബിൾ ലൈൻസും കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കാം അല്ലേ. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്ന് ആ ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ DH എന്ന് പറയുന്ന ആ ഒരു കോർണർ നമുക്ക് കാണാൻ കഴിയില്ല. DH എന്ന് പറയുന്ന ആ എഡ്ജ് നമുക്ക് കാണാൻ കഴിയില്ല. അത് എവയായിട്ടുള്ള ഒരു എഡ്ജാണ്. അതുകൊണ്ട് തന്നെ DH നമ്മളിവിടെ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി DH കാണാൻ കഴിയില്ലെങ്കിൽ ഇപ്പോൾ H-ലേക്കുമുള്ള ഒരു ലൈൻസും പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. DH കാണുന്നില്ലെങ്കിൽ D-ലേക്കും H-ലേക്കുമുള്ള മറ്റൊരു എഡ്ജുകളും നമുക്ക് പിന്നെ കാണാൻ കഴിയില്ല. അപ്പോൾ Dയുടെ എല്ലാ എഡ്ജുകളും കഴിഞ്ഞു. ഇനിയുള്ളത് H ആണ്. അപ്പോൾ H-ലേക്ക് വരുന്ന എഡ്ജുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. H കാണാൻ കഴിയില്ല, അതുകൊണ്ട് H-ലേക്ക് വരുന്ന ഒരു എഡ്ജസും ഇനിയും കാണാൻ കഴിയില്ല. ആദ്യം നമ്മൾ H-ലേക്ക് വരേണ്ട എഡ്ജുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. H-ലേക്ക് വരുന്ന ഒരു എഡ്ജ് HE, അത് നമുക്ക് അവിടെ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. HE. അടുത്ത എഡ്ജ് HG, അതും ഡോട്ടഡായിട്ട് മാർക്ക് ചെയ്യുന്നു. HG. ഓക്കെ, ഇത്രയുമാണ് H-ലേക്ക് വരുന്ന എഡ്ജസ്. ഇനി അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ നോക്കിയാൽ BF എന്ന് പറയുന്നത് അടുത്തുള്ള എഡ്ജാണ്. അത് BF നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് BF നമ്മൾ സോളിഡായിട്ട് വരയ്ക്കുന്നു. ഇനി BF വരച്ച് കഴിഞ്ഞാൽ ഇനി എന്താ ബിയിലേക്കുള്ള എഡ്ജുകൾ ഇനി മാർക്ക് ചെയ്യാനുണ്ടല്ലേ. F-ലെ എല്ലാം കഴിഞ്ഞു, ബിയിലേക്കുള്ളത് മാർക്ക് ചെയ്യാനുണ്ട്. ബിയിലേക്കുള്ള എഡ്ജുകൾ ഏതൊക്കെയാണ്? BA, BC, അത്രയും നമുക്ക് കാണാം. BF കാണാൻ പറ്റുമെങ്കിൽ ബിയിലേക്കും F-ലേക്കുമുള്ള എല്ലാ എഡ്ജസും കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡാർക്കായിട്ട് വരച്ചിരിക്കുന്നതാണ് നമ്മളുടെ പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് ദി ക്യൂബ്. ക്വസ്റ്റനിൽ തന്നിരിക്കുന്നതിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവും വരയ്ക്കുമ്പോഴും ഈ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഒബ്ജക്റ്റും മാത്രമേ നമ്മൾ HB പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാവൂ. ബാക്കി വരയ്ക്കുന്ന ലൈൻസ് എല്ലാം നമ്മളുടെ പിക്ചർ പ്ലെയിൻ, ഗ്രൗണ്ട് പ്ലെയിൻ, സെൻറ്റർ പ്ലെയിൻ, വിഷ്വൽ റേസ് എല്ലാം പ്രൊജക്ഷൻ ലൈനുകളെല്ലാം നിങ്ങൾ 2H പെൻസിൽ ഉപയോഗിച്ച് ലൈറ്റായിട്ട് വരയ്ക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു